വിവാഹത്തിന് ശേഷം നിങ്ങളുടെ മകൾക്കും ഭർത്താവിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? അങ്ങനെയൊന്നുമില്ല. അവര് വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ അയാളുടെ പേരിൽ എന്തിനാ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തേ? അയാൾ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്താ യഥാർത്ഥ കുറ്റവാളി ആരാന്ന് കണ്ടുപിടിക്കാന്ന് DCP സാറാ പറഞ്ഞത്. നോട്ട് ദിസ് പോയിന്റ് മൈ ലോർഡ്. പക്ഷെ എന്റെ മകളെ കൊല്ലേണ്ട ആവശ്യം ആർക്കും ഇല്ലല്ലോ സർ. ആർക്കുമില്ലേ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ആർക്കുമില്ല. ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവന്റെ പേര് മുന്നാന്നാ. കല്യാണത്തിന് മുമ്പ് എന്റെ മോളുടെ പുറകെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തിരുന്നു. കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്ന് ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയി പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. കോടതി അവന് 3 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ആ ഏരിയയിലെ താമസം മാറ്റി. ഇതല്ലേ നിങ്ങളുടെ മകൾ കൊടുത്ത പരാതി? അതെ സർ. ഇതിനെക്കുറിച്ച് നിങ്ങൾ DCPയുമായി സംസാരിച്ചിരുന്നോ? പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പണ്ടെങ്ങോ നടന്ന സംഭവമായതുകൊണ്ട് എന്ന് നിങ്ങൾ കരുതി. നിങ്ങൾക്ക് പോകാം. സാറേ, ഇപ്പൊ ആണി ആർക്കടിക്കാനാ പോകുന്നേ? നമ്മക്കല്ലാന്നിപ്പോ മനസ്സിലായില്ല, വേറെ ആർക്കായ എന്താടാ വീട്ടുകളെ. എന്റെ പേര് ഹരിനാരായണൻ, സിദ്ധാർത്ഥന്റെ അയൽവാസിയാ. ഈ CCTV ഫുട്ടേജിലുള്ള ആളെ നിങ്ങൾക്കറിയാമോ? ഇവനൊരു കാർപ്പൻറ്ററാ സാറേ. സംഭവം നടക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് ഇവൻ എന്റെ വീട്ടിൽ വന്നിരുന്നു. ആ സമയത്ത് അഞ്ജലിയും വന്നിരുന്നു. അഞ്ജലിയെ കണ്ട മുന്ന അവൾ എന്തിന് ഇവിടെ വന്നു എന്ന് ചോദിച്ചു. നീ എന്തിനാണ് ഇതൊക്കെ തിരക്കുന്ന? ആദ്യം നീ നിന്റെ ജോലി നോക്ക്. പണി കഴിഞ്ഞപ്പോ അവൻ പൈസ ചോദിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞ് ഞാൻ തിരിച്ചയച്ചു. അന്ന് വൈകുന്നേരം 5 മണിക്ക് ഞങ്ങളൊരു ഫംഗ്ഷന് പോയി സാർ. താങ്ക് യു. യു ക്യാൻ ഗോ. മിസ്റ്റർ വീരേന്ദ്ര, കാർപെൻഡറായ മുന്നയ്ക്കും ഈ കേസിന് എന്താ ബന്ധം? ഉണ്ട് മൈ ലോർഡ്. ഹരിനാരായണന്റെ വീട്ടിലേക്ക് വന്ന കാർപ്പന്റർ, അഞ്ജലിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന മുന്ന, ഈ 2 പേരും ഒരാൾ തന്നെയാണ് സർ. അഞ്ജലി ഏകദേശം രാത്രി 10:30-ഇടയിലാണ് മരണപ്പെട്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ് പുറത്തുപോയത് 10:10-നും. അന്നേ ദിവസം ഹരിനാരായണന്റെ വീട്ടിലേക്ക് മുന്നയും രാവിലെ 10 മണിക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് രാവിലെ അഞ്ജലിയെ കാണുകയും ചെയ്തു. അവൾ കാരണം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതിൽ അവന് പകയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വൈകിട്ട് 5 മണിക്ക് പുറത്തേക്ക് പോയ മുന്ന 7 മണിക്ക് തിരിച്ചെത്തിയത്. സിദ്ധാർത്ഥ് പുറത്തു പോകുന്നവരെ വെയിറ്റ് ചെയ്തു. സിദ്ധാർത്ഥ് പോയതിനു ശേഷം ജനലിന്റെ വാതിൽ തുറന്ന് അഞ്ജലിയുടെ ബെഡ്റൂമിലേക്ക് കടന്നു. അവിടെ ഉറങ്ങിക്കിടന്ന അഞ്ജലിയെ കണ്ടു. തന്നെ ജയിലിലേക്ക് അയച്ചതിനും തന്റെ പ്രണയം നിരസിച്ചതിനും മൂർച്ചയേറിയ ഒരു ആയുധം കൊണ്ട് അവളെ കൊലപ്പെടുത്തിയതിനു ശേഷം തന്റെ വിരലടയാളം എങ്ങും പതിയാതെ ജനൽ വീണ്ടും ഫിക്സ് ചെയ്തിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു. അതുകൊണ്ടാണ് മൈ ലോർഡ് CCTV ഫുട്ടേജിൽ മുന്നയുടെ എൻട്രി മാത്രം കാണാൻ കഴിയുന്നത്. പക്ഷെ എക്സിറ്റ് എങ്ങുമില്ല. യുവർ ഓണർ, ഈ കേസിനാവശ്യമായ എല്ലാ തെളിവുകളും ഞാൻ ഈ കോടതിക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. സോ മൈ ലോർഡ്, ഇതൊരു പ്ലാൻഡ് മർഡർ ആണെന്ന് പറയാനുള്ള മോട്ടിവേഷനുണ്ട്, പ്രിപ്പറേഷനുണ്ട്, കൊലപാതകത്തിനുള്ള ഇന്റൻഷനുണ്ട്. സോ IPC സെക്ഷൻ 302 പ്രകാരം മുന്ന എന്ന വ്യക്തിയെ പ്രതിസ്ഥാനത്ത് നിർത്തി ഈ കേസിൽ നിന്ന് സിദ്ധാർത്ഥിനെ മോചിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. അതിനുവേണ്ടി ഈ ഡിസ്ചാർജ് പെറ്റീഷൻ ഇവിടെ ഫയൽ ചെയ്യുന്നു. ആരോടാ താൻ? ഞങ്ങളുടെ പ്രൊഡ്യൂസറാ സാറേ. ഇത് സിനിമാ തിയേറ്റർ ആണെന്ന് കരുതിയോ? കോടതിയാണ്. ഫൈൻ അടയ്ക്കേണ്ടി വരും, മനസ്സിലായോ? അയാളെ കൊണ്ടുപോയി വൈകുന്നേരം വരെ വെയിലത്ത് നിർത്ത്. പെറ്റീഷൻ അലൗഡ്. പ്രശസ്തനായ സിനിമാ ഡയറക്ടർ സിദ്ധാർത്ഥിന്റെ ഭാര്യയുടെ കൊലക്കേസിൽ ഇന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. സിനിമാ മേഖലയിലെ പ്രശസ്തനായ ഡയറക്ടർ സിദ്ധാർത്ഥ് ഈ കൊലപാതകം ചെയ്തിട്ടില്ല എന്ന വിശ്വാസം സത്യമാക്കുന്ന രീതിയിൽ വീരേന്ദ്ര സമർത്ഥമായി വാദിച്ച് അദ്ദേഹത്തെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് മാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ സിദ്ധാർത്ഥിന്റെ പ്രശസ്തി വർദ്ധിച്ചിരിക്കുകയാണ്. കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകി മുന്നയെ പോലീസ് നഗരത്തിൽ വലവീശി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹം അറസ്റ്റിലാവുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഈ വിചാരണയ്ക്ക് ഒരു അന്ത്യം കുറിക്കും.